ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അങ്കലവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി വെച്ചിട്ട് ഒരു സൂപ്പർ അടയാണ് കേട്ടോ. നല്ല സോഫ്റ്റായ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കണത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ബൗളിൽ അമൃതം പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഇത് അമൃതം പൊടി അങ്കലവാടിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അട ഉണ്ടാക്കി കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അമൃതം പൊടി ഒന്ന് ചൂടായ ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് മാത്രമേ കേട്ടോ വറുത്തെടുക്കാൻ പറ്റൂ. ഇതിൽ പഞ്ചസാര ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ഉരുകാൻ സാധ്യതയുണ്ട്, കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. അടിയിൽ ഇങ്ങനെ കട്ട കെട്ടുന്ന പോലെ നമുക്ക് തോന്നുന്ന സമയത്ത് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് അടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഒരു ഇത് തോന്നും ഇളക്കുമ്പോൾ. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം. കരിയരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഉണ്ട് മാറും കേട്ടോ. അപ്പോൾ കരിയാതെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൽ പഞ്ചസാര നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാര ചൂടാവുമ്പോൾ അത് കിടന്നങ്ങനെ ഉരുകുകയാണ്, മെൽറ്റായി പോകുമ്പോഴാണ് ഇതുപോലെ അങ്ങനെ അടിയിൽ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നണത് കേട്ടോ. അങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ ആ സമയത്തൊന്നങ്ങോട്ട് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്നങ്ങോട്ട് മാറ്റി ഇറക്കി വെച്ചാൽ മതി കേട്ടോ ചട്ടി. അപ്പോൾ അതുപോലെ കേട്ടോ അതിങ്ങനെ അടിയിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ. ആ ഒരു സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കണേ. ഇതിൽ ഈ പൊടിയിൽ തന്നെ മധുരം ഉള്ളത് കൊണ്ട് മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കര പാനി രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ അതിലേക്ക് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം ഈ ശർക്കര കുറച്ച് കട്ടിയിലാണ് കിട്ടിയത്. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് തിളപ്പിച്ചിട്ട് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഒരുപാട് അങ്ങോട്ട് മാവ് ലൂസായി പോകുകയൊന്നും ചെയ്യരുത്. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നതിനേക്കാൾ കുറച്ചൊന്നും കൂടെ ലൂസായിട്ട് അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇതുപോലെ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം ശർക്കര ഒരുക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വെള്ളം കുറഞ്ഞു പോയിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കട്ട കെട്ടിപ്പോയി കേട്ടോ. പക്ഷേ വെള്ളം കുറച്ചും കൂടെ ഒഴിച്ചപ്പോൾ ശരിയായി വന്നു. ഇനി ഇതിലെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ശർക്കര ഉരുക്കിയ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം തിളപ്പിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇതാക്കി എടുക്കണ്ട. ഈ ഒരു പരുവത്തിന് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിരകി വെച്ച തേങ്ങ, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. എത്ര തേങ്ങ ഇട്ട് കൊടുക്കണോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 2 ഏലക്കായൊക്കെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ജീരകമോ അങ്ങനെ ഇതിൽ കൂടെ കഴിക്കാൻ എന്തൊക്കെയാണോ ഇഷ്ടം അതൊക്കെ ഇതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം കേട്ടോ. എപ്പോഴും ഈ കുറുക്കൊക്കെ ആക്കി കൊടുക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ എന്തായാലും ഇഷ്ടത്തോടെ തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നാളികേരം കുറച്ചധികം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ചൂടാറി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ കട്ടിയാവും. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. ശർക്കരപ്പാനി ചൂടോടുകൂടെ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതങ്ങനെ തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചൂടോടുകൂടെ തന്നെ ഈ മാവിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ നിറയെ കടലയൊക്കെ ആണല്ലോ. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു സ്മെല്ല് കുറച്ചും കൂടെ നന്നായിട്ടുണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് വറുത്തെടുത്തത്. എന്നിട്ട് ഈ ഒരു പരുവത്തിലായി. ഇനി നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. പഴം ഞാൻ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഫില്ലിംഗ് ആയിട്ട് ഇട്ട് കൊടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോലെ അങ്ങനെ ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങനെ പീസാക്കി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ചെറുപഴം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നേന്ത്രപ്പഴം കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതിൽ നേന്ത്രപ്പഴം അങ്ങനെ മുറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ഇതിലിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ അതിലേക്ക് ഞാൻ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഉടച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ലപോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഏറ്റവും ചെറിയ രീതിയിൽ തന്നെ മുറിച്ചെടുക്കണേ. അപ്പോൾ ഇല്ലെങ്കിൽ വലുതായി കഴിഞ്ഞാൽ നമുക്കത് ഇലയിലൊക്കെ ഒന്ന് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് തന്നെ എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ അതും ഇട്ട് കൊടുത്തു. ഇനി ഒരു 2 ഏലക്കായ കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം അറിയുന്നുണ്ട് ആ മാവൊക്കെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ ടൈറ്റ് ആവും എന്ന് കരുതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ചൂടാറി കഴിഞ്ഞാൽ എന്തായാലും ടൈറ്റ് ആവും എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് വെള്ളമായി പോകരുത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയതായിട്ടൊന്ന് പഴം ഉടച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം അങ്ങനെ ഉടച്ചെടുക്കണ്ട കേട്ടോ. അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ഉടയ്ക്കാണ്ട് തന്നെ ഇടുക, ഒന്ന് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളും കൂടെ അതിലുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് വാഴയില വേണം കേട്ടോ. വാഴയില ഒന്ന് വാട്ടിയെടുത്തിട്ട് ഇത് വേണമെങ്കിൽ കുമ്പിളപ്പം പോലെ നമുക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വാഴയിലയാണ് എടുത്തിട്ടുള്ളത്. വാഴയിലേക്കൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ നെയ്യ് തടവുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ആവുന്ന സമയത്ത് ശരിക്കും നമുക്കൊരു പായസത്തിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ അതൊന്ന് വരിക. കാരണം ഇതിൽ അമൃതം പൊടിയിൽ കടല, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ. പിന്നെ നമ്മൾ പഴം ചേർത്തിട്ടുണ്ട്, തേങ്ങ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ആകുമ്പോൾ ശരിക്കും ആ ഒരു കടല പായസത്തിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും കേട്ടോ. ഇത് കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതുപോലെ നെയ്യ് തടവിയിട്ടുള്ള വാഴയിലേക്ക് ഒരു സ്പൂൺ ഇത് പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മിക്സ്. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം എന്നൊന്നുമില്ല കേട്ടോ, 1 സ്പൂൺ വെച്ച് ഒന്നിങ്ങനെ ഇതാക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മടക്കി വരുമ്പോഴേക്കും ഞാനവിടെ അപ്പുറത്ത് അടുപ്പിൽ വെച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു സ്റ്റീമർ വെച്ചിട്ട്, ഇഡ്ഡലി പാത്രമാണ്, അതിലൊരു സ്റ്റീമർ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വെള്ളമൊക്കെ തിള വന്നു, ആവി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ പരത്തി വെച്ച് അങ്ങനെ വാഴയിലെല്ലാം ഇറക്കി വെച്ച് കൊടുത്തു. ഇനി അത് അടച്ച് വെച്ചിട്ട് വെറും 10 മിനിറ്റ് മാത്രം ഒന്ന് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും ആവി കയറ്റിയെടുക്കണ്ട. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കടലപ്പരിപ്പ് പായസത്തിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് അടുക്കള മുഴുവൻ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ പഴമൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.